സർ, സി.ജെ. റോയിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നൊരു വാർത്ത അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നതിനിടയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു എന്ന് പറയുന്നത്. ഫസ്റ്റ് ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇത് ആദ്യം പുറത്തുവിട്ടത്. ആത്മഹത്യാക്കുറിപ്പ് ഒരു 9 പേജുകളോളമുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് പുതിയതായിട്ട് പറയുന്നു സൂയിസൈഡ് ലെറ്റർ അല്ല എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പം മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ആത്മഹത്യാക്കുറിപ്പ് 9 പേജ് ഉള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ വന്നതിന് ശേഷം കർണാടകയിൽ തന്നെ SIT ഇത് ആത്മഹത്യാക്കുറിപ്പ് അങ്ങനെ ഒരു സാധനം കണ്ടെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് സർ ഇതിന്റെ വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ കർണാടകയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കർണാടകത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത വിവരമനുസരിച്ച് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയി മരിച്ച് കണ്ട സ്ഥലത്ത് നിന്നും ആത്മഹത്യാക്കുറിപ്പോ അതുപോലെ ഡയറിയോ കിട്ടിയിട്ടില്ല എന്നാണ്. അതൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. അതായത് 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്, 20 പേജുള്ള ഡയറി, ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഴുവൻ ഒരു നാറേറ്റീവ്, ഒരു ആഖ്യാനം ബിൽഡ് ചെയ്തിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് അത് അങ്ങനെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പോലീസ് അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ളതിന് പോലീസിന് തെളിവൊന്നും ഇല്ലെന്നും പോലീസ് പറഞ്ഞു. ഇത് ആത്മഹത്യ ആണെന്നാണ് ഇപ്പോഴുള്ള തെളിവുകൾ വെച്ച് ഞങ്ങളുടെ നിഗമനം എന്നും കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു കാര്യം, എന്തുകൊണ്ടായിരിക്കണം ഇത്? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കേതികമായിട്ട് ഇത് ആത്മഹത്യാക്കുറിപ്പല്ലെന്നുള്ള രീതിയിലാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതായത് പോലീസിന്റെ അഭിപ്രായം ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡക്കാൻ ഹെറാൾഡ് പോലുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഡക്കാൻ ഹെറാൾഡിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ പോലീസിനെ അവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഈ മരണസ്ഥലത്ത് നിന്നോ അതിൻ്റെ തൊട്ടടുത്ത് നിന്നോ ലഭിച്ചാൽ മാത്രമേ അതൊരു മരണത്തിന് മുമ്പ് എഴുതിയ ഒരു കുറിപ്പായിട്ട് ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂ എന്ന ആർഗ്യുമെൻ്റാണ് പോലീസ് വെച്ചിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് പോലീസ് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നില്ല. അപ്പോൾ അത് ഒരു വിഷയമാണ്. പോലീസ് അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല എന്നല്ല പറയുന്നത്, അത് ആത്മഹത്യാക്കുറിപ്പല്ല എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇന്ന കാരണങ്ങളാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് എഴുതിയല്ല, പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങൾ അദ്ദേഹം കുടുംബാംഗങ്ങളോട് കൺവേ ചെയ്തതായിരിക്കാം എന്നുള്ള രീതിയിലാണ് പോലീസിന്റെ മറുപടി പോലീസ് പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു സംശയം, ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു പരാമർശമുണ്ട്, നമ്മളുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പണം കൊടുക്കാനുള്ളവരുടെ വിശദാംശങ്ങളും ആ ആത്മഹത്യാക്കുറിപ്പെന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ നോട്ട്, അദ്ദേഹത്തിന്റെ കുറിപ്പിൽ അതുണ്ട്. അപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാനുള്ളവരെ, പണം വാങ്ങിച്ചവരെ, ഈ ലിസ്റ്റ് പ്രമുഖ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കും. മനസ്സിലായോ? ഈ ലിസ്റ്റ് വെളി വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കണം പോലീസ് ഇതിൻ്റെ ഒരു ആധികാരികത അവർ മറച്ചു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ നിഷേധിക്കുന്നതെന്നാണ് പ്രഥമ ദൃഷ്ട്യാ എനിക്ക് തോന്നുന്ന ഒരു സംശയം. ഞാനിത് എൻ്റെ ഒരു നിഗമനം പറയുകയാണ്. കാരണം അവർ കിട്ടിയിട്ടില്ല എന്നല്ല, അങ്ങനെ അവിടുന്ന് ഒരു ഇദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല, പകരം ആത്മഹത്യാക്കുറിപ്പില്ല എന്നാണ്. ലീഗലി ആത്മഹത്യാക്കുറിപ്പല്ല എന്നാണ് പറയുന്നത്. ലീഗലി ആത്മഹത്യാക്കുറിപ്പായിട്ട് പോലീസ് അത് പരിഗണിക്കാൻ പറ്റില്ല. അത് പല സ്ഥലത്തു നിന്നും റിക്കവർ ചെയ്ത പല സാധനങ്ങളും ഉണ്ടാകും, അദ്ദേഹം പലയിടത്തും പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാകും. അതൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പായിട്ട് പരിഗണിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെ വിളിച്ച് തെളിവെടുക്കാനോ അവർക്കും ഇദ്ദേഹവുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തന്നെ തയ്യാറല്ല എന്നൊരു സൂചനയാണ് അതിലുള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു നിറം പിടിപ്പിച്ച കഥകളാണ് മലയാള മാധ്യമങ്ങളിൽ മുഴുവൻ പ്രസിദ്ധീകരിച്ചിരുന്നത്. അതായത്
ദാനധർമ്മിയായിട്ടുള്ള ഒരു കോടീശ്വരൻ, കലാസ്നേഹിയായിട്ടുള്ള ഒരു കോടീശ്വരൻ, അതല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു അതെ വലിയ ഇമേജാണ്. പക്ഷെ മലയാള മാധ്യമങ്ങളിലൊക്കെ ആവശ്യത്തിലധികം പരസ്യം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഉറപ്പായിട്ടും ആ ബിഗ് ബോസിനുൾപ്പെടെ ഒരുപാട്, അതെ അതെ, ബിഗ് ബോസ് ഒരുപാട് ബിഗ് വിജയികൾക്ക് ബോസിൽ ഇപ്പം ഉൾപ്പെടെ അതെ വാരിക്കോരി കൊടുത്ത ഒരാളാണ്. അതെ അതെ അതെ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട്. അതെ പക്ഷേ ഈ കർണാടകത്തിലെ ദിനപത്രങ്ങൾ ആ ഒരു ഇമേജ് അല്ല അദ്ദേഹത്തിനെ കുറിച്ച് ഉം. പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ സുവർണ ചാനൽ ആണെങ്കിലും ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരു മാധ്യമമാണ്. ഞാൻ ഡെക്കാൻ ഹെറാൾഡിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ചീഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതെ അപ്പം എനിക്കറിയാം. ഡെക്കാൻ ഹെറാൾഡ് അങ്ങനെ BJP അനുകൂല പത്രമൊന്നുമല്ല. പക്ഷേ അതെ. ഡെക്കാൻ ഹെറാൾഡ് ബാംഗ്ലൂരിലെ MG റോഡിലാണ് അതിന്റെ ആസ്ഥാനം. ഉം. ആ, അവർക്ക് കന്നഡ പത്രമുണ്ട്. അപ്പം യഥാർത്ഥ കർണാടകത്തിലെ എന്നുള്ള ഒരു ന്യൂസ് പേപ്പറാണ് 100 കൊല്ലത്തിലധികമായിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഡെക്കാൻ ഹെറാൾഡിൽ വരുന്ന വാർത്തകൾ ഈ മിസ്റ്റർ റോയ്ക്ക് ഒട്ടും തന്നെ അനുകൂലമായ രീതിയിലുള്ള വാർത്തകളല്ല ഡെക്കാൻ ഹെറാൾഡ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അവര് ഈ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ റോയി ബംഗളൂരു വിടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചിട്ട് അവര് വിശദമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2010 തോന്നുന്നു അദ്ദേഹം കൃത്യമായ വർഷം ആ പത്രത്തിൽ ആ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് CJ റോയി ബംഗളൂരു വിടാനുണ്ടായ സാഹചര്യം അത്ര നല്ല ഉം. സാഹചര്യമല്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കപ്പെടാതിരുന്നു. അങ്ങനെ ഈ പ്രോജക്റ്റുകളിൽ ഫ്ലാറ്റ് വാങ്ങിച്ചവരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തെ വിഷയമായിട്ട് അവർ പറയുന്നത് അദ്ദേഹത്തിന് സിമെന്റും കമ്പിയും ഒക്കെ വിറ്റിരുന്ന ഒരുപാട് വലിയ ഹോൾസെയിൽ ഡീലർമാരുണ്ട്. ഉം. അവർക്കൊന്നും പണം അവരോടുള്ള കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അവിടെ നിന്നും വലിയ സമ്മർദ്ദമുണ്ടായി. ഉം. മനസ്സിലായോ? അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നു. അങ്ങനെയാണ് അദ്ദേഹം ദുബൈക്ക് പോയത്. അല്ലാതെ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ പടർന്നു പന്തലിച്ച ഒരു ബിസിനസ് സാമ്രാജ്യം ദുബായിലേക്ക് കാലെടുത്ത് വെച്ചതൊന്നുമല്ല. അത് അതെ ബാംഗ്ലൂരിൽ നിൽക്കാൻ പറ്റാതായപ്പം പുള്ളിക്കാരൻ ദുബൈയിലേക്ക് പോയി എന്നുള്ളതാണ് ഡെക്കാൻ ഹെറാൾഡ്. ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഊഹവോ അല്ലെങ്കിൽ കേട്ടുകേഴ്വിയോ ഒന്നുമല്ല. അവിടുത്തെ മുഖ്യധാരാ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളാണ്. മലയാളം ദിനപത്രങ്ങളിൽ ഇത്തരം വാർത്തകളൊന്നുമില്ല. അവിടെ അത് പിന്നെ റോയ് എന്ന ഒരു ദാനധർമ്മിയുടെ ദാനവീര അതെ 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 കർണൻ എന്നൊക്കെയുള്ള പഴയ NTRന്റെ സിനിമ പോലുള്ള ഒരു ഇമേജ് ആണത്. അപ്പോ എനിക്ക് ഇത് രണ്ടും ഒരു പക്ഷേ സത്യം ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കായിരിക്കാം. എന്തോ നമുക്ക് അറിയാൻ വയ്യ. സ്വാഭാവികമായിട്ടും സാർ പക്ഷെ ഇതുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്നൊരു ദുബായിലേക്ക് ഇതേ ശൃംഖല തന്നെ അവിടെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ അവസാനമായിട്ട് പുറത്തു വന്ന ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളിൽ പോലും പറയുന്നുണ്ട് ദുബായിലെ ബിസിനസ് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു, പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ അതിനകത്തുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ ആ അതെ ഒരു അതെ അതെ അതെ, സിറ്റുവേഷൻ അതായത് ദുബൈയിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഇതുപോലെ ഇവിടെ ഉണ്ടായ അതേ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം അദ്ദേഹത്തിന് അവിടെയും ഉണ്ടായി തുടങ്ങി എന്നുള്ളൊരു സൂചനകളാണ്. അതെ അപ്പോ അതിന് അദ്ദേഹം കണ്ടെത്തിയ തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹത്തിനൊരു ഇമേജ് ഉണ്ടാവണമല്ലോ. അതെ ഉറപ്പായിട്ടും അല്ലാതെ പരാജയപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കളം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പരിപാടികളൊക്കെ തുടങ്ങിയത്. ഉം. ഉം. ആ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പരിപാടികൾ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ബിൽഡിങ്ങിന്റെ, ബ്രാൻഡ് ബിൽഡിങ്ങിന്റെ ഭാഗമായിരുന്നു. ഈ മലയാള മാധ്യമങ്ങളിൽ തന്നെ CJ റോയിയെ കുറിച്ചിട്ടുള്ള എല്ലാ പിന്നെ പരാമർശങ്ങളിലും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രതികൂല വാർത്ത പോലും അദ്ദേഹത്തിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുമായിരുന്നു. ഉം. ചില ബിസിനസ്സുകാരുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം എഴുതിയാലും ഒരു പ്രശ്നവുമില്ല. പണ്ട് ബോബനും മോളിക്കകത്ത് ഒരു കാർട്ടൂൺ ഉണ്ട്. അതിലെ ഈ ചേട്ടൻ എന്ന് പറയുന്ന ആള് വേറെ ഒരു പത്രക്കാരനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉം. പത്രത്തിന്റെ സർക്കുലേഷൻ പരിധിയിൽ നിന്ന് ഞാൻ നടന്ന് രക്ഷപ്പെടുമെന്ന്. അതായത് തന്റെ പത്രം നടന്നു പോകാനുള്ള ദൂരത്തിൽ മാത്രമേ ആൾക്കാർ വായിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് താൻ അതെ എന്ത് വേണമെങ്കിലും എനിക്കെതിരെ എഴുതിക്കോളാൻ പറയുന്നു. അപ്പൊ ആ അതെ രീതിയിലുള്ള മനോഭാവം ആയിരുന്നില്ല CJ റോയിയുടേത്. റോയുടേത്. അതെ റോയി ആ അദ്ദേഹം ഒരു ചെറിയ പ്രതികൂല വാർത്ത പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അതുപോലെ പിടിച്ചുലയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ കാരണം വൈകാരികതയൊന്നുമല്ല, ഈ ബ്രാൻഡിലായിരിക്കണം അദ്ദേഹത്തിന് പൈസ കിട്ടിയിരുന്നത്. ഇപ്പം
വീണ്ടും അതുപോലെ മറ്റൊരു ചോദ്യം. ഈ കഴിഞ്ഞ ദിവസം ഉം. മാതൃഭൂമിയുടെ ബിസിനസ് ലേഖകനായിരുന്ന ഒരു വ്യക്തി, ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ആ ഉം. കുറിപ്പിനകത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവിടെ വർഷങ്ങൾ CJ റോയി പത്രസമ്മേളനം നടത്തി. ഉം. പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ സീറോ ഡെറ്റ് കമ്പനിയാണ്, എനിക്ക് ബാങ്ക് ലോൺ ഒന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഉം. അപ്പോ പിന്നീട് അന്നേരം ഒരു പത്രക്കാരനും ചോദിച്ചില്ല, അങ്ങനെയെങ്കിൽ താങ്കളുടെ പ്രോജക്റ്റുകൾക്കുള്ള മൂലധനം താങ്കൾ എവിടെ നിന്നും കണ്ടെത്തി എന്നൊരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. അതെ. ഇത് ഒന്നുകിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ബുദ്ധിയില്ലായ്മയാവാം, അതല്ലെങ്കിൽ അവർ ബോധപൂർവം അത്തരം അസ്വാരസ്യപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും CJ റോയിയോട് ചോദിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നിരിക്കണം. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവാം. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ചെയ്ത വാർത്തയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പണം അല്ലെങ്കിൽ ധനികരായ ടാറ്റ, അംബാനി, അദാനി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ കോടികൾ, ശതകോടികളല്ല, കോടികൾ, ആയിരക്കണക്കിന് കോടി രൂപയുടെ ലോണാണ് അവർക്ക് ബാങ്കിൽ നിന്നുള്ളത്. ഏത് പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും അവർ ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഒരു ബിസിനസ്സുകാരനും പറ്റത്തില്ല. സാധാരണ വലിയ പ്രോജക്റ്റുകൾക്ക് ലോൺ കൊടുക്കാൻ ഇപ്പോൾ ഒരു ബാങ്കിന് തന്നെ കഴിയത്തില്ല. അപ്പോൾ അവർ ഉം. കൺസോർഷ്യം ഉണ്ടാക്കും. ഇപ്പോൾ ഉം. 2-3 ബാങ്ക് ചേർന്നിട്ട്, ഇത് കേരളത്തിൽ, ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഗൾഫിൽ ചെന്നാലും, ഇപ്പം ഞാൻ മസ്കറ്റിൽ പത്രപ്രവർത്തകനായിരുന്നു, എനിക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കായ ബാങ്ക് മസ്കറ്റ് ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന് അവർക്ക് മാത്രമായിട്ട് ലോൺ കൊടുക്കാനുള്ള ഒരു പരിമിതി ഉണ്ടാവും അവർക്ക്, പല ഓക്കെ. കാരണങ്ങളാവാം. ഉം. അപ്പോൾ അവർ 2-3 ബാങ്കുകൾ ചേർന്ന്, ചിലപ്പോൾ ഒരു അമേരിക്കൻ ബാങ്കുമായിട്ട് ചേർന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ബാങ്ക്, യൂറോപ്യൻ ബാങ്കുമായിട്ട് ചേർന്നിട്ടായിരിക്കാം, കൺസോർഷ്യം ഉണ്ടാകും. അങ്ങനെ ഇപ്പം ഒരു $2 ബില്യൺ ഡോളറൊക്കെ ഒരു പദ്ധതിക്ക് ലോൺ കൊടുക്കണമെങ്കിൽ അവരൊരു കൺസോർഷ്യം ആയിരിക്കും അത് കൊടുക്കുന്നത്. ഓക്കെ സാർ. അപ്പം ഇത്ര വലിയ പ്രോജക്റ്റ് നടത്തുന്നവർക്ക് പോലും ബാങ്ക് ലോൺ ഉണ്ട്, മനസ്സിലായോ? അതെ. സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടത്തുന്നവർക്ക് പോലും ബാങ്ക് ലോൺ ഉണ്ട്. അപ്പോൾ ഒരാൾ ബാങ്ക് ലോൺ, എനിക്ക് ബാങ്ക് ലോൺ ഒന്നും വേണ്ട, ഞാൻ എൻ്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ, ഇത്രയും പൈസ നിങ്ങളുടെ പോക്കറ്റിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കേണ്ട ഒരു ധാർമ്മിക ബാധ്യത കേരളത്തിലെ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്നു. കേരളത്തിലെ പത്രക്കാര് തങ്ങളുടെ ധാർമ്മികത മറന്നുകൊണ്ട് അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഇത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞതുപോലെ ചോദിക്കേണ്ട തന്നെ ചോദ്യം അതെ, കേരളത്തിലെ ചോദിക്കണം. പത്രക്കാര് പറഞ്ഞോളൂ. മനഃപൂർവ്വമായിട്ട് ധാർമ്മികത മറന്നു അല്ലെങ്കിൽ പൊട്ടന്മാരായി എന്ന് എനിക്കും തോന്നുന്നില്ല. കൃത്യമായിട്ടും അവരുടെ ധാർമ്മികത പണയം വെക്കുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കാം. പൊട്ടന്മാരാകുമോ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ പറ്റാത്തത്രയും മണ്ടന്മാരാണോ എല്ലാ മാധ്യമപ്രവർത്തകരും? അല്ലാതെ ഒരു വ്യത്യാസമുണ്ട്. അതിപ്പം ഞാൻ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് ഒരു 2 കൊല്ലം മുമ്പ് വരെ ജോലി ചെയ്തു. കേരളത്തിലെ ഒരു വലിയ ഒരു പ്രോജക്റ്റിനാണ്. ഉം. അപ്പോൾ അവര് ലോഗോയും അതുപോലെ ആ പദ്ധതിയുടെ പേരും അനൗൺസ് ചെയ്യുമ്പോൾ, അത് ഒരു 6 മാസം മുമ്പ് ആദ്യം അനൗൺസ് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചടങ്ങ് വെച്ചു. ഉം. അപ്പം ഞാൻ ഇതിന്റെ മന്ത്രിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 6 മാസം മുമ്പ് ഇതിന്റെ ലോഗോയും പേരും അനൗൺസ് ചെയ്തതാണ്, ഇപ്പം നിങ്ങൾ വീണ്ടും ഇത് ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന പത്രക്കാർ ചോദിക്കുമെന്ന് പറഞ്ഞു. ഉം. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ട്, ഇപ്പോഴത്തെ പത്രക്കാരൊന്നും ഇതൊന്നും ചോദിക്കില്ലെന്ന്. അതെ. അവര് പ്രസ് റിലീസും ഒക്കെ വാങ്ങിച്ച് അവരുടെ ഉം. ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നിടത്തോട്ട് അങ്ങ് പൊക്കോളൂ ആദ്യം തന്നെയെന്ന് പറഞ്ഞു. എന്തായാലും ശരി അതെ. എന്തോ അല്ല, നമ്മളിപ്പോ ഇത് അതിലേക്ക് കിടക്കുന്നില്ല. തീർച്ചയായിട്ടും ചില വ്യവസായികളുടെ കാര്യം എടുത്തത് ഇതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ ഇമേജ് ബിൽഡിങ്ങിന് ഒരുപാട് ഇത് ചെയ്യുന്ന ഒരാളാണ് റോയി എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ പേരെടുത്ത് തന്നെ ഞാൻ പറയുകയാണ്, യൂസഫ് അലി പോലുള്ളവർക്കെതിരെ നമ്മളൊരു നെഗറ്റീവ് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ സൈബർ വിങ് അതിനെ അപ്പം തന്നെ സ്ട്രൈക്ക് അടിച്ച് കളയാറുണ്ട്. അപ്പം നെഗറ്റീവ് വാർത്തകൾ ഇല്ലാതെ പുറത്ത് വരാതെ സൂക്ഷിക്കാനുള്ള സൈബർ വിങ്ങും ഇപ്പം ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. നമുക്ക് ഒരിടത്തും അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. സൈബർ ലോകം ഉണ്ടായതിനു ശേഷം അവിടെ നെഗറ്റീവ് വാർത്ത വരാനുള്ള സാധ്യത ഉള്ളതുപോലെ തന്നെ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ അറിയുന്ന പണമുള്ള ഒരാൾക്ക് അത് ഇല്ലാതാക്കാനും പറ്റും. അതെ. അങ്ങനെ അത് പ്രതികൂല നെഗറ്റീവ് വാർത്തകൾ കമന്റുകൾ ഇല്ലാതാക്കാനും പോലും പറ്റും. നെഗറ്റീവ് കമന്റുകൾ പോലും നെഗറ്റീവ് ഡിലീറ്റ് കമന്റ് ഒക്കെ ചെയ്യാൻ അവർക്ക്, അതായത് ഒരു 100 പേര് റിപ്പോർട്ട് ചെയ്താൽ, യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ ഒരു 100-150 പേരൊക്കെ റിപ്പോർട്ട് ചെയ്താൽ അവരെ മിക്കവാറും ആ കമന്റ്, ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പം ഞാനിപ്പം ഒരു സഭ്യേതര കമന്റ് കണ്ടിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തെന്ന് വിചാരിച്ചാൽ അത് നീക്കം ചെയ്യത്തില്ല. പക്ഷേ അതെ. ഒരു 100 പേർ ഒരേ സമയം റിപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ആ കമന്റ് നീക്കും.
നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ മാനേജ്മെന്റ്, ഇമേജ് ബിൽഡിംഗ്, ബ്രാൻഡ് മാനേജ്മെന്റ് കമ്പനികളൊക്കെ ഉണ്ട്. അവർക്ക് നല്ല ശക്തമായിട്ടുള്ള സൈബർ ടീമുകളുണ്ട്. അപ്പോൾ അവര് നമുക്ക് ആവശ്യത്തിലധികം ഒരുപാട് അക്കൗണ്ട് അവര് ഒരേ സമയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിലൂടെ ഒക്കെ തന്നെ അവര് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് റോയിലേക്ക് വരികയാണ്. ഓക്കെ. അപ്പം ഇദ്ദേഹം ദുബൈയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം CSR ചെയ്തത്. വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് കാലുറപ്പിക്കാനായിട്ട്. അതിന്റെ മറ്റൊരു ഭാഗമായിട്ടാണ് സ്ലോവാക്യയുടെ പിന്നെ ഓണററി കോൺസിൽ എന്ന പദവിയിലേക്കും അദ്ദേഹം വന്നത്. എന്തായാലും ശരി, ഇത്തരം അദ്ദേഹത്തിന്റെ പ്രവർത്തികളും മുന്നൊരുക്കങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായും. ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അത് തന്നെ ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് പോലീസ് നിഷേധിച്ചിട്ടില്ല. ആത്മഹത്യ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖരുടെ പേരുകൾ പുറത്തു വരുമല്ലോ. ഇത് അതെ. ആത്മഹത്യാക്കുറിപ്പ് ഉള്ള ഒരു സാങ്കേതികത്വത്തിലേക്ക് എത്തിയാൽ അത്തരം അന്വേഷണങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഉറപ്പായിട്ടും ഇതിന് പോലീസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അന്വേഷണ പരിധിയിൽ ആ നിന്നും ഈ ഒരു ബുദ്ധിമുട്ട് സാധനം മാറ്റി നിർത്തുന്നതായിരിക്കും പലർക്കും നല്ലത്. നല്ലത്. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്തത്. ഓക്കെ. എന്തായാലും ശരി, ഇത് ഏറ്റവും ഒടുവിൽ നമ്മളെയൊക്കെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണം എങ്ങും എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു. മരിച്ച ആൾ മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പിന്നെ ജീവനക്കാർക്കുമൊക്കെ പിന്നെ നഷ്ടം ഉണ്ടായി. പക്ഷേ ഇനി പിന്നെ ഇതിൽ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാർ തങ്ങളുടെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെല്ലാം ചെയ്താണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും സാർ.